ഫ്രണ്ട്സ്, അചിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണിമംഗലം പാടം ഒരേ ഒരു റൂട്ടല്ല എപ്പോഴും കണ്ടിട്ടുള്ളൂ. ഇത് വേറേത് റൂട്ടാണ്. എന്തു ഭംഗി! പനമുക്കിലേക്ക് പോകുന്ന ഒരു വഴി, തൃശ്ശൂർ പനമുക്ക് കേട്ടാ. ഈ പനമുക്കിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും കണിമംഗലം പാടത്ത് നടക്കാൻ പോകുന്നു. കണിമംഗലം ഇങ്ങനെയുമുണ്ട്. ഇവിടെ ഒരു സൈഡ് ഉണ്ട് കേട്ടാ. ഇത് നമ്മള് പണ്ട് ഒരു ക്ഷേത്രത്തിൽ പോയിണ്ടായിരുന്നു. എന്തായിട്ടാ ക്ഷേത്രത്തിന്റെ പേര്? വട്ടപ്പിന്നി ക്ഷേത്രത്തില് അല്ല, മറ്റേത് വട്ടപ്പിന്നി ക്ഷേത്രത്തില്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ആ ഒരു ക്ഷേത്രം കണ്ട എന്ത് ഭംഗിയാണെന്ന്. ഓരോരോ സപ്പോട്ട, ചാമ്പയ്ക്ക, പേരയ്ക്ക, മാവ് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 4 മണിപ്പൂവ്, 10 മണിപ്പൂവ് എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു അടിപൊളി വീടുണ്ട് കേട്ടോ. ഞാൻ അവർക്ക് ഇഷ്ടപ്പെടാവോ? അപ്പൊ അങ്ങനെ അടിപൊളി ഒരു വീടും കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് അങ്ങനെ വീടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇഷ്ടികയിൽ, ഇങ്ങനത്തെ ഇഷ്ടികയിൽ പണിയുന്ന വീടുകൾ. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിപ്പോ പോവുകയാണ്. നമ്മൾ തൃപ്രയാർക്ക് പോവാണ്. തൃപ്രയാർ അമ്പലത്തിൽ പോയി തൊഴാന്നുള്ളതും നമുക്ക് ഒരു വിശ്വാസമാണ്. അപ്പൊ അവിടെ ഒന്ന് പോയി തൊഴണം. എപ്പോഴും നമുക്ക് തൊഴണം. ഒരു അമ്മൂമ്മ അടിച്ചു വരുന്ന വേണ്ട. ഇതൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വെറുതെ ഇരിക്കില്ല ഇങ്ങനെ വയസ്സായവര്. എന്തെങ്കിലും പിരി പണികൾ എടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഏതാ പള്ളി കേട്ടാ? പനമുക്ക് പള്ളി കേട്ടാ. പനമുക്ക് പള്ളിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പള്ളിയാണ്, നല്ല രസമുണ്ട് അല്ലേ? അങ്ങനെ ആ പള്ളിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഇത് പനമുക്ക് പള്ളി. പള്ളി വിട്ടിട്ടാണ് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പള്ളിയിലേക്ക് പോയിട്ട് ആള് ഇങ്ങനെ അന്തിച്ചു പോയി. എന്റെ നമ്മളെയൊക്കെ ഇങ്ങനെ കാണുമ്പോ അങ്ങനെ പള്ളി വിട്ടിട്ട് ആൾക്കാർ വരുമ്പോഴേ നമ്മൾ അരനാട്ടുകര പള്ളി നമുക്ക് ഓർമ്മ വരും. ഇങ്ങനെ ഞായറാഴ്ച ദിവസം ഇങ്ങനെ എല്ലാവരും അവർ പള്ളിയിലേക്ക് അന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ കാണാൻ സാധിക്കാറുണ്ട് ഇങ്ങനെ പോണതൊക്കെ ആൾക്കാർ. കുറച്ച് തണലൊക്കെ ഉള്ള സ്ഥലം പോലെ തോന്നി. കാരണം അവിടെ കുറച്ചുകൂടി മരങ്ങൾ കൂടുതൽ, ഇത്തിരി കൂടി വീതി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ റോഡിന്. ഇവിടെ വീതി ഇത്തിരി കുറവാണ്. ആ കാരണം അത് തോന്നുന്നുണ്ട്, നല്ല തണലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കൊച്ചു വഴി കൂടെയാണ്. നമ്മൾ ശരിക്കും ഇത് കുഞ്ഞു വഴിയാണ്, പോക്കറ്റ് റോഡ് അല്ല. തൃശ്ശൂര് മിക്കവാറും ഇങ്ങനത്തെ റോഡുകളാണ് കൂടുതലുള്ളത് കേട്ടോ. പിന്നെ NH കയറണം ഇത്തിരി കൂടി വലിയ. മിക്കവാറും ഇങ്ങനത്തെ വഴികൾ തന്നെയാണ് നമുക്ക് എവിടെ പോകാനുള്ളത്. കൊടുങ്ങല്ലൂർക്കൊക്കെ കുറച്ചുകൂടി, കൊടുങ്ങല്ലൂർ റൂട്ടി കൊടുക്കി പോകുമ്പോൾ കുറച്ചുകൂടെ ഉണ്ട്. തൃപ്രയാർ റൂട്ടി കൊടുക്കി എപ്പോൾ പോയാലും ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വഴികളാണ്. കണ്ടല്ലേ, ഇത്രയും ബോധമില്ലാണ്ട് ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കണം. കാല് ആ അറ്റവും ഈ അറ്റവും മുട്ടിച്ചിട്ടാണ് നിൽക്കണം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ. പിന്നെ നല്ല നല്ല വീടുകളൊക്കെ പണിത് കാണുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ എനിക്ക് ഈ പഴയ വീടുകൾ പൊളിച്ചത് കാണുമ്പോൾ, ഞാനും അങ്ങനത്തെ ഒരാൾ തന്നെയാട്ടോ. പൊളിച്ചു കളഞ്ഞ ഞങ്ങൾ വിറ്റുപോയി. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അല്ല, എൻ്റെ അച്ഛൻ്റെ ഫാമിലി, എൻ്റെ അമ്മയുടെ ഫാമിലി അതാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് വീട് ഒന്നും പൊളിച്ചിട്ടൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഒരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കും. അപ്പൊ അവര് എല്ലാം വിറ്റ് അവര് സെറ്റിൽ ചെയ്യുക എന്നുള്ളതല്ലേ. ഭാഗം വേണം എന്ന് പറഞ്ഞാൽ കൂടുതലും ഭാഗം വേണം. എനിക്ക് തോന്നുന്നു പണ്ടുള്ളവരായിരുന്നു തോന്നുന്നുണ്ട്. ഭാഗം അമ്മായിമാരായാലും എനിക്ക് ഭാഗം വേണം കേട്ടോ, ചേട്ടന്മാരെ കൂടെ ഭാഗം വേണം, അങ്ങനെ ഭാഗം ചോദിച്ചിരിക്കണതൊക്കെ പണ്ടായിരിക്കും. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ ചോദിക്കാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ അറിയണില്ല. അങ്ങനെ ഭാഗം ചോദിച്ചു വഴക്കുണ്ടായ കഥയൊന്നും നമ്മൾ അറിയണില്ല അല്ലേ ചേട്ടാ? പിന്നെ ഞങ്ങളുടെ വീട്ടില് ചോദിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ സിസ്റ്റർ ലോസ് ഇപ്പൊ ഇരിക്കണ രൂപം കണ്ടില്ലേ? എന്താണെന്നറിയോ, എനിക്ക് തണുപ്പ് തീരെ പറ്റില്ല. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വോമിറ്റിങ്ങും അത് ഇതൊക്കെ വരും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണത്. ഞാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാലം ഏത് പാലമായിട്ടത്? ഏത് പാടം ഇത് നമ്മൾ പോയിട്ടുണ്ട്. ഇവിടെ ഇല്ലേ ഫോട്ടോ ഒക്കെ എടുത്തത് അല്ലേ? ഞങ്ങളുടെ വെഡിങ് ഡേക്ക് ഫസ്റ്റ് വെഡിങ് ഡേക്ക് അല്ല, തേർഡോ ഏതോ ഒരു വെഡിങ് ഡേക്ക് കോൾപ്പാട് എന്ന് പറയും. അപ്പൊ ഇവിടെ വന്നിട്ട് കുറെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രോ, എന്നെ കുറിച്ചുള്ള ഒരു ഇൻട്രോ ഒക്കെ തുടങ്ങുന്ന ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്ര നല്ല മൊബൈലിലല്ലായിരുന്നു. ഇതിനേക്കാളും കുറച്ചുകൂടെ മോശമായിട്ടുള്ള ഒരു മൊബൈലായിരുന്നു.
അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഞങ്ങൾ ഈ മരത്തിന്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇൻട്രോ ഒക്കെ പറയുന്ന, പിന്നെ ആ പാടത്ത് അവിടെ പാടൊക്കെ, അയ്യോ ഞാൻ ഈ മൊബൈൽ ഇത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിറച്ച് അക്കപ്പൂവും അപ്പുറത്ത് ഇപ്പുറത്ത് അക്കപ്പൂവും വെള്ളവും മീനും ഈ മരത്തിന്റെ ഇവിടെയൊക്കെ നിന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ ഇട്ടില്ല. അതിനുശേഷം പുതിയ മൊബൈലൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പൊ ഇതുവരെ ഞാൻ എന്റെ ഇൻട്രോ പറഞ്ഞിട്ടില്ല. പറ്റുകയാണെങ്കിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്റെ ഇൻട്രോ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മിക്കവാറും ഈ പാടത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. തിരിച്ചു വരുമ്പോ നമുക്ക് മൂഡ് ശരിയാണെങ്കിൽ, അതിന്റെ ആരോഗ്യസ്ഥിതി കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഒരു ഇൻട്രോ ആദ്യം തൊട്ട് അജിന്ത്യ പ്രസാദ് എന്ന് ഞാൻ. അപ്പൊ ആരാണ് എന്താണെന്ന് നോക്കാം. അവിടെ മീനുണ്ട്, നല്ല മീനൊക്കെ മേടിച്ചിട്ട് പോവാൻ വരുമ്പോ ഉണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പൊ ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാടത്താണ് കേട്ടോ ആൾക്കാര് മരിച്ചുപോയി എന്നാള്. നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ തൃശ്ശൂർ കോൾപ്പാടത്ത് ആൾക്കാർ മരിച്ചു എന്നുള്ളത് ഉണ്ടായിരുന്നില്ലേ, അത് ഇവിടെയാണ് മീനിന് തീറ്റ കൊടുക്കാനായിട്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു ഇടവഴി ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാനത് വിട്ടുപോവാണ് പെട്ടെന്ന് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെയാണ് നമ്മള് താറാവ് മേടിക്കാനായിട്ട് വരിക കേട്ടോ. താറാവ് ഇറച്ചി വേണമെന്ന് പറയുമ്പോ നമ്മൾ അവിടെയാണ് വന്നിട്ട് മേടിക്കുക. നല്ല ഡെക്കാമോ പൂവ് ഒക്കെ ഉണ്ട്. എനിക്കിങ്ങനെ നല്ല രസം. ഇങ്ങനെ ആദ്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. ഇതാണ് ഞങ്ങള് ഓട്ടോറിക്ഷ, ഞങ്ങള് ജാഥ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാർ ജാഥ, അതിന് കൂടെ ഒരു ബൈക്ക് ജാഥ. എല്ലാവരും മാന്യന്മാരാണ്. ഓവർടേക്ക് ഒന്നും ചെയ്തു പോവാൻ സാധിക്കുന്നില്ല ആർക്കും. കുറച്ച് വളവും തിരിവൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അന്തസ്സുള്ളവരാണ് ഞങ്ങളെല്ലാവരും, നാട്ടുകാര് വീട്ടുകാരെന്നൊക്കെ പറഞ്ഞോണം. ഇങ്ങനെ ജാഥയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാഥ എത്ര നേരമായി എന്നറിയോ. ഇപ്പൊ അമ്പലത്തിൽ ചെന്ന് തൊഴുത് ഇറങ്ങേണ്ട സമയമായി. മാനസികമായി വണ്ടി തിരിച്ചെടുക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് വണ്ടി തിരിച്ച്, കല്യാണ വണ്ടി തോന്നുന്നുണ്ട്. നല്ല കസവും മുണ്ടൊക്കെ ആയിട്ട് ചുള്ളന്മാരും ചുള്ളത്തികളൊക്കെ നിൽക്കുന്നുണ്ട്. സാരിയൊക്കെ നല്ല സാരി കൊടുത്തിട്ട്. കല്യാണത്തിന് എന്തായാലും എല്ലാവരും ഒരു കോടി നിർബന്ധ എടുത്ത് ഉടുക്കണം അല്ലേ കല്യാണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോട്ടെ കേട്ടോ. ഉണ്ടോ ഞാൻ അടുത്ത പാടം. ഇത് ഏത് പാടം ഏട്ടാ? കോൾപ്പാടം തന്നെ. ഇവിടെ വെള്ളമായി, കംപ്ലീറ്റ് വെള്ളമായി. ഇവിടെ താമരയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് അതായി. അങ്ങനെ നമ്മളൊരു പണ്ടൊരു വീഡിയോയില് ഈ റോഡൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് നിന്നിട്ട് ജ്യൂസ് കുടിക്കണതും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നല്ല രസം. ഇപ്പൊ വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കാണ് കേട്ടാ. അപ്പൊ ഞാൻ റോഡ് മാത്രമാണ് കട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. വെള്ളം നിറഞ്ഞു കിടക്കണ കണ്ട, വെള്ളം നിറഞ്ഞു കിടക്കണ കണ്ട. എവിടെ ആകാശം വെള്ളം നിറഞ്ഞു കിടക്കണ കട. അടിപൊളി. അങ്ങനെ ഇതാണ് കോൾപ്പാടം. രണ്ട് സൈഡിലും വെള്ളങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു റോട്ടിൽ കൂടെ ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പുറത്ത് പുള്ള് റോഡാണ് കേട്ടോ. അപ്പുറത്ത് പുള്ള് നമ്മുടെ മഞ്ചുവരുടെ റോഡാണ്. ഇപ്പുറത്തെ വഴി കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കുണ്ടോളിക്കടവ് ഷാപ്പ്. അങ്ങനെ ആ ഷാപ്പ് ഒക്കെ കണ്ടില്ലേ, കുണ്ടോളിക്കടവ് ഷാപ്പ്. ഇവിടുന്ന് നമ്മൾ ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് ഭയങ്കര തീറ്റ ഉണ്ടായിരുന്ന കാലത്ത്, തീറ്റകള്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്റെ വയറ് ചുറ്റും വണ്ണം വെക്കും. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാൽ മാത്രം ഞാൻ കുറച്ചുകൂടി ഫാറ്റ് ആയിട്ടിരിക്കും. ഇന്നലെ പൊറോട്ട കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാരണം കുറച്ച് തടി ഉണ്ടാവും ഇന്ന്. അങ്ങനെ ഞങ്ങളിതാ തൃപ്രയാർ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ അജിന്ത്യ പ്രസാദ് ഞാൻ അമ്പലത്തിലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടാമേ. അപ്പൊ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.